മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ചിത്രത്തിന്റെ തിരക്കഥയെ ചൊല്ലിയുള്ള വിവാദത്തിൽ വീണ്ടും വഴിത്തിരിവ്. മലയാളി ഫ്രം ഇന്ത്യയുടെ തിരക്കഥ തന്റേതാണെന്ന ഗുരുതര ആരോപണവുമായി ദുബായിലെ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ സാദിഖ് കാവിൽ രംഗത്തെത്തി. നിവിൻ പോളി നായകനായി അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രമായ മലയാളി ഫ്രം ഇന്ത്യയുടെ തിരക്കഥയെ ചൊല്ലിയുള്ള വിവാദത്തിൽ വഴിത്തിരിവ്. ദുബായിൽ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ സാദിഖ് കാവിലാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. ചിത്രത്തിന്റെ പ്രമേയം ഉൾപ്പെടെ നിരവധി ഭാഗങ്ങൾ താൻ എഴുതിയ ആൽക്കമിസ്റ്റ് എന്ന തിരക്കഥയുടെ കോപ്പിടിയാണെന്നാണ് സാദിഖ് കാവിലിന്റെ ആരോപണം. 2020 ഈ സ്ക്രിപ്റ്റിന്റെ ഒരു ആശയം ഞങ്ങൾ ആദ്യം ഞാനും ഇപ്പോൾ അടുത്തിടെ മരിച്ചുപോയ നിസാം റാവുത്തറും തമ്മിൽ പങ്കിടുന്നത്. അപ്പോൾ പിന്നീട് നിസാമിനത് ഭയങ്കര ഇഷ്ടമായി. അദ്ദേഹം സംവിധാനം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരികയും ഞാനത് ആദ്യ ഡ്രാഫ്റ്റ് 2021 അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു. അത് ഫെബ്രുവരി 8 പിന്നീട് അത് വീണ്ടും മുന്നോട്ട് പോവുകയും നിസാമിനത് ചെയ്യാൻ ഒരു പറ്റാത്തൊരു സാഹചര്യം വരികയും എൻ്റെ കൂടെയുള്ള ജിബിൻ ജോസ് അത് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. ജിബിനും ഞാനും കൂടി വീണ്ടും കുറേ അതിന് വർക്ക് ചെയ്തു, മോഡിഫൈ ചെയ്തു, കുറേ മുന്നോട്ട് പോയി. മരിച്ചുപോയ നിസാം റാവുത്തറെ നമ്മളിതിലേക്ക് വലിച്ചെടുക്കേണ്ട, അങ്ങനെ കുറേ കാരണങ്ങൾ മൂലം ഞങ്ങളത് പറയാണ്ടിരുന്നതാണ്. എങ്കിലും ഞങ്ങളത് തമ്മിൽ ഇത് അറിയാവുന്ന തിരക്കഥ അറിയാവുന്ന ഒരുപാട് പേര് നമ്മളോടത് ഇതുപോലെ സമാനതകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് സാരമില്ലാന്ന് തന്നെ വെച്ചിരുന്നതാണ്. പക്ഷേ ഇന്നലെ ഈ ഞങ്ങളുടെ ആദ്യത്തെ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്ന പേര് ഞാനാണ് ഉണ്ടാക്കിയത്, എൻ്റെ ആദ്യത്തെ പേര് അതായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് സംതിങ് ഈസ് എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലായിട്ടാണ്. അത് എത്രമാത്രം നമ്മുടെ തന്നെ അവർ ചോദ്യമെന്നറിയില്ല. പക്ഷേ ഈ സ്ക്രിപ്റ്റ് വായിച്ച് അതിൽ നിന്ന് കുറേ പാർട്സ് അവർ വേറൊരു രീതിയിലേക്ക് മാറ്റിയിട്ടും അല്ലാതെയും ഒക്കെയാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിലൊരു മെയിൻ ഒരു കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ത്രീ ശാക്തീകരണം, ഗേൾസ് എഡ്യൂക്കേഷൻ, ആ ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ ഈ മലയാളി ഫ്രം ഇന്ത്യയിലെ അവസാനമായിട്ട് കാണാൻ പറ്റുന്നുള്ളത്. അഭിനേതാക്കളെ കണ്ടെത്തുന്ന അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് മലയാളി ഫ്രം ഇന്ത്യ റിലീസാകുന്നത്. ചിത്രം കണ്ടപ്പോഴാണ് തനിക്ക് കോപ്പിയടി മനസ്സിലായതെന്നും സാദിഖ് വ്യക്തമാക്കി. സിനിമ സ്വപ്നം കാണുന്ന പ്രവാസികൾക്ക് ഇത്തരം പ്രവണതകൾ നൽകുന്ന ആഘാതം ചെറുതല്ലെന്നും സാദിഖ് കൂട്ടിച്ചേർത്തു. ഒരു വിവാദത്തിൽ പെടണമെന്നോ ഇത് കൂടുതൽ ഒരു പബ്ലിസിറ്റിയോ അങ്ങനെയൊന്നും ആഗ്രഹിച്ചല്ല. പിന്നെ ഇതിലിപ്പോൾ ഞങ്ങൾക്ക് എന്തൊരു നീതി കിട്ടുമെന്നോ നഷ്ടപരിഹാരം കിട്ടുമോ അങ്ങനെയൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടേ ഇല്ല. പക്ഷേ ഇതെല്ലാവരും അറിയണം. ഇപ്പോൾ ജനപ്രിയമായ ഒരു കലയായ സിനിമയ്ക്ക് ഇത്തരം ഒരു ആരോപണങ്ങൾ കുറേ കാലമായി നമ്മൾ കേൾക്കുന്നതാണ്. ചിത്രത്തിന്റെ കഥ തന്റെ ആശയമായിരുന്നു എന്ന് അവകാശപ്പെട്ട് കഥാകൃത്ത് നിഷാദ് കോയ രംഗത്ത് വരികയും ഇതിനെ തള്ളി സംവിധായകൻ ഡിജോയും തിരക്കഥാകൃത്ത് ഷാരിസ് മുഹമ്മദും മറുപടി പറയുകയും ഇവരെ ഫെഫ്ക പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. വാർത്താ സമ്മേളനത്തിൽ സാദിഖിനൊപ്പം സംവിധായകനും ക്യാമറാമാനുമായ ജിബിൻ ജോസും ഫിറോസ് ഖാനും പങ്കെടുത്തു. ജനം, ദുബായ്.